ഹർഷ ആൻഡ് ചേസ് അവർ പ്രൂവ് ചെയ്തു DNA ആണ് ജനറ്റിക് മെറ്റീരിയൽ എന്നുള്ളത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ജനറ്റിക് മെറ്റീരിയൽ ആവാനുള്ള ഒരു സാധനത്തിൻ്റെ ക്രൈറ്റീരിയ പ്രോപ്പർട്ടീസ് ഓഫ് എ ജനറ്റിക് മെറ്റീരിയൽ പറയുകയാണ്. എന്തൊക്കെയാണ് ജനറ്റിക് മെറ്റീരിയൽ ആവാനുള്ള ക്രൈറ്റീരിയ പറയുകയാണ്. ഓക്കെ ആണല്ലോ. ഫസ്റ്റ് പറഞ്ഞ പോയിന്റ് ആണ്, അതിൻ്റെ ഒരു കോപ്പി ഉണ്ടാക്കാനുള്ള കഴിവുണ്ടാവണം. ഫസ്റ്റ് പോയിന്റ് ആണ്, അതിൻ്റെ തന്നെ ഒരു കോപ്പി ഉണ്ടാക്കാനുള്ള കഴിവുണ്ടാവണം. കോപ്പി മീൻസ് റെപ്ലിക്ക. അതിൻ്റെ തന്നെ കോപ്പി അല്ലെങ്കിൽ അതിൻ്റെ തന്നെ ഒരു റെപ്ലിക്ക ഉണ്ടാക്കാനുള്ള എബിലിറ്റി ഉണ്ടാവണം. റെപ്ലിക്ക മീൻസ് കോപ്പി. അതാണ് ജനറ്റിക് മെറ്റീരിയൽ ആണെങ്കിൽ, അതായത് ഒരു സെൽ ഡിവൈഡ് ചെയ്ത് 2 സെല്ലായിട്ട് മാറുന്ന സമയത്ത് അതിൻ്റെ കോപ്പി ഉണ്ടാക്കണം, അങ്ങനെ റെപ്ലിക്ക ഉണ്ടാക്കണം. ആ റെപ്ലിക്ക ഉണ്ടാക്കാൻ എബിലിറ്റി ഉണ്ടായിരിക്കണം. ഓക്കെ ആണല്ലോ. ഈ റെപ്ലിക്ക ഉണ്ടാക്കാനുള്ള എബിലിറ്റി DNA-ക്കും ഉണ്ട്, RNA-ക്കും ഉണ്ട്. അപ്പോൾ DNA-യോ RNA-യോ ജനറ്റിക് മെറ്റീരിയലായിട്ട് ആക്ട് ചെയ്യാം ഈ ഒരു കണ്ടീഷൻ വെച്ചിട്ട്. ഓക്കെ ആണല്ലോ. സെക്കൻഡ് പോയിന്റ് പറയുന്നതാണ്, ഇറ്റ് ഷുഡ് ബി സ്ട്രക്ചറലി ആൻഡ് കെമിക്കലി സ്റ്റേബിൾ. ഒരു ജനറ്റിക് മെറ്റീരിയൽ ആവുന്ന സാധനം സ്ട്രക്ചറലിയും സ്റ്റേബിൾ ആവണം, കെമിക്കലിയും സ്റ്റേബിൾ ആവണം. ഇതാണ് സെക്കൻഡ് പോയിന്റ്. ഫസ്റ്റ് പോയിന്റ് പറഞ്ഞു അതിന്റെ കോപ്പി ഉണ്ടാക്കാൻ കഴിയണം. സെക്കൻഡ് പോയിന്റ് അത് സ്റ്റേബിൾ ആവണം. ഓക്കെ ആണല്ലോ. അങ്ങനെ സ്റ്റെബിലിറ്റി നോക്കുമ്പോൾ RNA DNA-യേക്കാൾ ഇത്തിരി സ്റ്റെബിലിറ്റി കുറവാണ്. ഓക്കെ ആണല്ലോ. RNA മോർ റിയാക്റ്റീവ് ആണ്, ലെസ് സ്റ്റേബിൾ ആണ്. ഇതാണ് RNA-യുടെ സ്പെഷ്യാലിറ്റി. അപ്പോൾ DNA is more stable than RNA. അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടി കൂടുതലും വരുന്നത് DNA-ക്കാണ്. സ്റ്റെബിലിറ്റി എന്നുള്ള പ്രോപ്പർട്ടി കൂടുതലും വരുന്നത് DNA-ക്കാണ്. RNA-ക്കും ഉണ്ട്, പക്ഷെ RNA-യേക്കാൾ മോർ സ്റ്റേബിൾ ആണ് DNA. ഓക്കെ ആണല്ലോ. ഇനി തേർഡ് പോയിന്റ് പറയുന്നതാണ്, സ്റ്റേബിൾ ആണെങ്കിലും സ്ലോ ചേഞ്ചസിനെ അലോ ചെയ്യണം. ഓക്കെ ആണല്ലോ. ആ DNA ഉണ്ടാകുന്ന ചേഞ്ചസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മ്യൂട്ടേഷൻസ്. അങ്ങനെ മ്യൂട്ടേഷൻസിനെ അലോ ചെയ്യുന്നതായിരിക്കണം. ഇതിൽ മ്യൂട്ടേഷൻസ് നടക്കണം. അങ്ങനെ മ്യൂട്ടേഷൻസിനെ അലോ ചെയ്യുന്നതായിരിക്കണം. സ്ലോ ചേഞ്ചസ് നടക്കാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ടാവണം. അങ്ങനെ മ്യൂട്ടേഷൻസിനെ അലോ ചെയ്യുന്നതായിരിക്കണം ഒരു ജനറ്റിക് മെറ്റീരിയൽ. എന്തിനു വേണ്ടിയാണെന്നറിയാമോ? ഇങ്ങനെ മ്യൂട്ടേഷൻസ് നടന്നാൽ മാത്രമേ എവല്യൂഷൻ നടക്കുകയുള്ളൂ. അങ്ങനെ എവല്യൂഷനുള്ള സ്കോപ്പിന് വേണ്ടിയിട്ട്, എവല്യൂഷൻ ഒരു സ്കോപ്പ് വേണമല്ലോ, എവല്യൂഷനുള്ള ചാൻസ് വേണം, അതിനുള്ളൊരു സ്കോപ്പ് ഉണ്ടാവണം. അതിനുവേണ്ടി മ്യൂട്ടേഷൻസ് നടന്നിരിക്കണം. ഈ മ്യൂട്ടേഷൻ നടന്നാണ് പുതിയ ഓർഗാനിസംസ് ഒക്കെ ഉണ്ടാകുന്നത്. അങ്ങനെ മ്യൂട്ടേഷൻ നടന്ന് എവല്യൂഷൻ ഉണ്ടാകാൻ വേണ്ടി ചെറിയ കുറച്ച് ചേഞ്ചസ് കൂടി ഇതിൽ വരണം. ഓക്കെ ആണല്ലോ. സ്റ്റേബിൾ ആണെങ്കിലും ശരി, ഇതിൽ കുറച്ച് ചേഞ്ചസിനെ ഇവർ അലോ ചെയ്യണം. ആ പ്രോപ്പർട്ടിയും DNA-ക്കും ഉണ്ട്, RNA-ക്കും ഉണ്ട്. പക്ഷെ DNA-യുടെ മ്യൂട്ടേഷൻ റേറ്റ് ഫാസ്റ്റ് ആണ്. RNA-യുടെ മ്യൂട്ടേഷൻ റേറ്റ് ഫാസ്റ്റ് ആണ്. കാര്യം RNA ലെസ് സ്റ്റേബിൾ ആണ്. അതുകൊണ്ട് തന്നെ അതിന് ഭയങ്കര സ്പീഡിൽ മ്യൂട്ടേഷൻ നടക്കും. എന്നാൽ DNA സ്റ്റേബിൾ ആയതുകൊണ്ട് DNA-ക്ക് അത്ര സ്പീഡിലൊന്നും മ്യൂട്ടേഷൻ നടക്കില്ല. അപ്പോൾ ഇനി ലാസ്റ്റ് പറഞ്ഞൊരു പോയിന്റ് ആണ്, ഫോർത്ത് പോയിന്റ് പറയുന്നതാണ്. നമ്മൾ ഇത്രയും പോയിന്റ് പറഞ്ഞു. റെപ്ലിക്ക ഉണ്ടാക്കണം, സ്റ്റേബിൾ ആയിരിക്കണം, അത് മ്യൂട്ടേഷൻസിനെ അലോ ചെയ്യുന്നതായിരിക്കണം. സ്റ്റേബിൾ ആണെങ്കിലും ശരി, മ്യൂട്ടേഷൻസിനെ അലോ ചെയ്യണം. ഓക്കെ ആണല്ലോ. ഇനി ലാസ്റ്റ് പറഞ്ഞ പോയിന്റ് ആണ്, നമ്മുടെ മെൻഡേലിയൻ ക്യാരക്ടറിനെ എക്സ്പ്രസ് ചെയ്യാൻ കഴിയണം. എന്തായിരുന്നു മെൻഡേലിയൻ ക്യാരക്ടർ? ഒരു ജീൻ ഒരു ഫിനോടൈപ്പിക് എഫക്റ്റ് ഉണ്ടാക്കണം, അല്ലെങ്കിൽ ഒരു ജീൻ ഒരു ക്യാരക്ടറിനെ കൺട്രോൾ ചെയ്യുന്നതായിരിക്കണം. അതാണ് നമ്മൾ അടുത്ത പോയിന്റ് പറഞ്ഞത്. ഇറ്റ് ക്യാൻ എക്സ്പ്രസ് മെൻഡേലിയൻ ക്യാരക്ടർ. അതാണ് അടുത്ത പോയിന്റ് ആയിട്ട് പറഞ്ഞത്. ഇറ്റ് കുഡ് എക്സ്പ്രസ് മെൻഡേലിയൻ ക്യാരക്ടർ. മെൻഡേലിയൻ ക്യാരക്ടർ എന്ന് പറയുമ്പോൾ ഒരു എഫക്റ്റ് ഉണ്ടാക്കാൻ കഴിയണം, ഒരു ഫിനോടൈപ്പിക് എഫക്റ്റ്, ഒരു ഫിനോടൈപ്പ് ഉണ്ടാക്കാൻ കഴിയണം, അതൊരു ക്യാരക്ടർ ഉണ്ടാക്കാൻ കഴിയണം. നമ്മൾ സെൻട്രൽ ഡോഗ്മ ഓഫ് മോളിക്കുലർ ബയോളജി പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു, DNA-യിൽ നിന്ന് RNA ഉണ്ടാകും, RNA-യിൽ നിന്ന് പ്രോട്ടീൻ ഉണ്ടാകും. ഈ പ്രോട്ടീൻ്റെ നേച്ചർ കാണിക്കുമ്പോഴാണ് നമുക്കൊരു ക്യാരക്ടർ കിട്ടുക എന്ന് പറഞ്ഞു, അല്ലേ? അപ്പോൾ ഇതിനുള്ള കഴിവ്, എക്സ്പ്രസ് ചെയ്യാൻ കഴിയുന്ന കഴിവ് DNA-യേക്കാൾ കൂടുതൽ എക്സ്പ്രസ് ചെയ്യാനുള്ള കഴിവ് ആർക്കാണ്? RNA-ക്കാണ്. കാര്യം നമുക്കറിയാം RNA ആണ് പ്രോട്ടീനെ പ്രൊഡ്യൂസ് ചെയ്യുക. RNA-യാണ് പ്രോട്ടീനെ പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ള കാര്യം നമുക്കറിയാം, അല്ലേ? RNA-യാണ് പ്രോട്ടീനെ പ്രൊഡ്യൂസ് ചെയ്യുക. അപ്പോൾ RNA-ക്ക് ഡയറക്റ്റായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ കഴിയും, എന്നാൽ DNA-ക്ക് എക്സ്പ്രസ് ചെയ്യാൻ കഴിയും only with the help of RNA. അപ്പോൾ RNA-ക്ക് ഡയറക്റ്റ്ലി എക്സ്പ്രസ് ചെയ്യാൻ കഴിയും, എന്നാൽ DNA-ക്ക് എക്സ്പ്രസ് ചെയ്യുന്നത് with the help of RNA. അപ്പോൾ DNA-ക്കും RNA-ക്ക് ഡയറക്റ്റ്ലി എക്സ്പ്രസ് ചെയ്യാൻ കഴിയും, DNA-ക്ക് ഇൻഡയറക്റ്റ്ലി എക്സ്പ്രസ് ചെയ്യാൻ കഴിയും with the help of RNA-ക്ക്. അങ്ങനെ DNA-ക്കും എക്സ്പ്രസ് ചെയ്യാൻ കഴിയും. ഓക്കെ അല്ല? അപ്പോൾ രണ്ടുപേർക്കും എന്നുള്ള എബിലിറ്റി ഉണ്ട്? മെൻഡേലിയൻ ക്യാരക്ടേഴ്സിനെ എക്സ്പ്രസ് ചെയ്യാനുള്ള എബിലിറ്റി രണ്ടുപേർക്കും ഉണ്ട്. കൂടുതലുള്ളത് RNA-ക്കാണ്. DNA-ക്ക് RNA ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും. ഓക്കെ ആണല്ലോ? അങ്ങനെ ഓവറോൾ ക്യാരക്ടർ വെച്ചിട്ട് നമുക്ക് കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ചാൻസ് വരുന്നത് DNA-ക്കാണ്. കാര്യം എന്തെന്നാൽ DNA is more stable than RNA. സ്റ്റെബിലിറ്റിയുടെ കേസ് വെക്കുമ്പോൾ DNA is more stable. അതുകൊണ്ട് DNA ആണ് ജനറ്റിക് മെറ്റീരിയൽ ആയിട്ട് വരാനുള്ള ചാൻസ് കൂടുതൽ. ഓക്കെ ആണല്ലോ?
നമ്മൾ അതാണ് പറയാൻ പോകുന്നത്. നമുക്ക് ഒന്നുകൂടി പറയാൻ നമ്മൾ നോക്കിയത് പ്രോപ്പർട്ടീസ് ഓഫ് ജനറ്റിക് മെറ്റീരിയൽ ആണ്. അതിന്റെ തന്നെ ഒരു കോപ്പി ഉണ്ടാക്കാനുള്ള എബിലിറ്റി ഉണ്ടാവണം. അതിന്റെ തന്നെയുള്ള കോപ്പിക്ക് നമ്മൾ പറയുന്ന പേരാണ് റെപ്ലിക്ക ഉണ്ടാക്കാനുള്ള എബിലിറ്റി ഉണ്ടാവണം. ഇപ്പൊ DNA-ക്കും RNA-ക്കും ഒരു എബിലിറ്റി ഉണ്ട്. അടുത്ത ഇറ്റ് ഷുഡ് ബി സ്ട്രക്ചറലി ആൻഡ് കെമിക്കലി സ്റ്റേബിൾ. ഓക്കെ ആണല്ലോ. അപ്പോൾ പക്ഷേ DNA ആണ് RNA-യേക്കാൾ മോർ സ്റ്റേബിൾ ആയിട്ടുള്ളത്. അതുകൊണ്ട് DNA-ക്ക് കൂടുതൽ സ്റ്റെബിലിറ്റി ഉണ്ട്, RNA-ക്ക് കുറച്ച് സ്റ്റെബിലിറ്റി ആണുള്ളത്. അടുത്ത ഇതിന്റെ സ്റ്റേബിൾ ആണെങ്കിൽ കൂടി ഇറ്റ് ഷുഡ് അലോ സ്മോൾ ചേഞ്ചസ് ലൈക്ക് മ്യൂട്ടേഷൻസ്. എന്തിനു വേണ്ടിയാണ് മ്യൂട്ടേഷൻ? അടുത്ത സ്പീഷീസ് ഉണ്ടാകാൻ വേണ്ടി, അങ്ങനെ എവല്യൂഷന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, എവല്യൂഷന്റെ സ്കോപ്പിന് വേണ്ടിയിട്ട് മ്യൂട്ടേഷൻസിനെ അലോ ചെയ്യുന്നതായിരിക്കണം. അടുത്തത് ഈ ഒരു ജനറ്റിക് മെറ്റീരിയലിന് മെന്റേലിയൻ ക്യാരക്ടേഴ്സിനെ എക്സ്പ്രസ് ചെയ്യാൻ കഴിയണം. എന്താണ് മെന്റേലിയൻ ക്യാരക്ടറിനെ എക്സ്പ്രസ് ചെയ്യുക? ഒരു ഫിനോടൈപ്പിക് എഫക്ട് ഉണ്ടാക്കുക. അതായത് ഒരു ക്യാരക്ടറിനെ എക്സ്പ്രസ് ചെയ്യാൻ കഴിയണം, ഒരു ക്യാരക്ടറിനെ കൺട്രോൾ ചെയ്യാൻ കഴിയണം. ഈ എബിലിറ്റി RNA-ക്ക് ഉണ്ട്, DNA-ക്ക് ഉണ്ട്. RNA ഡയറക്റ്റ് ആയിട്ട് പ്രോട്ടീനെ ഉണ്ടാക്കുന്നു, RNA ഡയറക്റ്റ് ആയിട്ട് ക്യാരക്ടേഴ്സിനെ എക്സ്പ്രസ് ചെയ്യാനുള്ള കഴിവുണ്ട്. എന്നാൽ DNA-ക്ക് വിത്ത് ദ ഹെൽപ്പ് ഓഫ് RNA ആണ് എക്സ്പ്രസ് ചെയ്യാനുള്ള കഴിവ് വരുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മൾ പറഞ്ഞ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ഉണ്ട്, DNA is more stable than RNA. നമ്മൾ ഇനി ആ പോയിന്റ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ആയിരിക്കുമോ ഈസി? ഏതായിരിക്കും? ഒരെണ്ണം മാത്രം വെച്ചുടിക്കുന്നതായിരിക്കും ഈസി എന്ന് പറയുക അല്ലേ. അപ്പൊ DNA ഡബിൾ സ്ട്രാൻഡ് ആണ്. അതുകൊണ്ട് തന്നെ ഈ രണ്ട് സ്ട്രാൻഡിലും ചേഞ്ചസ് വരുത്തുക ഇത്തിരി കുറവാണ്. രണ്ട് സ്ട്രാൻഡിലും ഒരേ പൊസിഷൻ തന്നെ ചേഞ്ച് വരുത്തുക എന്നുള്ളത് കുറച്ച് അത്ര പോസിബിൾ അല്ല ഇത്. ഓക്കെ ആണല്ലോ. അപ്പോൾ DNA ഡബിൾ സ്ട്രാൻഡ് ആണ്, അതുകൊണ്ട് തന്നെ അതേസമയം RNA സിംഗിൾ സ്ട്രാൻഡ് ആണ്, അതുകൊണ്ട് തന്നെ RNA ലെസ് സ്റ്റേബിൾ ആണ്, DNA is more stable. ഓക്കെ ആണല്ലോ. ഇനി നമ്മൾ പറഞ്ഞിരുന്നു DNA-യുടെ കേസിൽ 2' OH ആബ്സെന്റ് ആണ്, 2' ഡിയോക്സി റൈബോസ് ആണെന്ന് പറഞ്ഞു. അതേസമയം RNA-യുടെ കേസിൽ 2' OH പ്രസന്റ് ആണ്. DNA-യിൽ 2' OH is absent in DNA. അപ്പൊ ഈ 2' OH ഉണ്ടെങ്കിൽ മോർ റിയാക്റ്റീവ് ആകും. മോർ റിയാക്റ്റീവ് മീൻസ് ലെസ് സ്റ്റേബിൾ ആകും. ഓക്കെ ആണല്ലോ. അപ്പൊ RNA-യുടെ കേസിൽ 2' OH ഉണ്ട്. 2' OH ഉള്ളതുകൊണ്ട് RNA മോർ റിയാക്റ്റീവ് ആയി. മോർ റിയാക്റ്റീവ് മീൻസ് ലെസ് സ്റ്റേബിൾ ആണ്. അതേസമയം DNA-യുടെ കേസിൽ 2' OH ആബ്സെന്റ് ആണ്. സോ DNA is comparatively less reactive than RNA എന്ന് പറയുമ്പോൾ മോർ സ്റ്റേബിൾ than RNA. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത മൂന്നാമത്തെ ഒരു പ്രോപ്പർട്ടി പറയുകയാണ്. RNA-യിൽ യുറാസിൽ ഉണ്ട്. RNA contain uracil and DNA-യിൽ യുറാസിൽ ആബ്സെന്റ് ആണ്. പകരം തൈമിൻ ആണുള്ളത്. അപ്പൊ തൈമിൻ is more reactive. More reactive means less stable. യുറാസിൽ പ്രസന്റ് ഇൻ RNA is more reactive. അപ്പൊ ഈ മോർ റിയാക്റ്റീവ് ആയിട്ടുള്ള യുറാസിലിനെ മോഡിഫൈ ചെയ്തിട്ട് വന്നിരിക്കുന്ന സാധനമാണ് തൈമിൻ എന്ന് പറയുന്നത്. തൈമിൻ എന്ന് പറയുന്നത് 5-methyl uracil ആണ്. യുറാസിലിന്റെ മോഡിഫൈഡ് ഫോം ആണ് ഈ തൈമിൻ. ഓക്കെ ആണല്ലോ. എന്തിനാ മോഡിഫൈ ചെയ്തത്? യുറാസിൽ മോർ റിയാക്റ്റീവ് ആണ്. മോർ റിയാക്റ്റീവ് മീൻസ് ലെസ് സ്റ്റേബിൾ ആണ്. അപ്പൊ അതിനെ മോർ സ്റ്റേബിൾ ആക്കാൻ വേണ്ടി അതിന്റെ 5th പൊസിഷനിൽ മീഥൈൽ ഗ്രൂപ്പ് ആഡ് ചെയ്തു. അങ്ങനത്തെ യുറാസിലിനെയാണ് നമ്മൾ തൈമിൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ ഇതാണ് മൂന്നാമത്തെ പ്രോപ്പർട്ടി. RNA-യിൽ യുറാസിൽ ഉണ്ട്. ദാറ്റ് യുറാസിൽ ഈസ് മോർ റിയാക്റ്റീവ്. സോ presence of uracil in RNA make it less stable, but DNA contain modified uracil, that is 5-methyl uracil. 5-methyl uracil means thymine. So thymine is less reactive and more stable. So DNA is more stable because it contain thymine. Okay ആണല്ലോ. RNA is less stable because it contain uracil. ഇതാണ് മൂന്ന് പ്രോപ്പർട്ടികൾ പറഞ്ഞത്. ഇനി നാലാമതൊരു പ്രോപ്പർട്ടി പറയുകയാണ്. RNA catalyst ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. സോ RNA is more reactive. ഒരു റിയാക്റ്റീവ് ആയിട്ടുള്ള കോമ്പൗണ്ടിന് മാത്രമേ കാറ്റലിസ്റ്റ് ആയിട്ട് ആക്ട് ചെയ്യാൻ കഴിയുള്ളൂ. എന്നാൽ DNA ഒരു കാറ്റലിസ്റ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നില്ല. ഓക്കെ ആണല്ലോ. RNA കാറ്റലിസ്റ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നു, എന്നാൽ DNA കാറ്റലിസ്റ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നില്ല. അപ്പോൾ ഒരു കാറ്റലിസ്റ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്ന ഒരു മോളിക്യൂൾ അത് മോർ റിയാക്റ്റീവ് ആയിരിക്കും. മോർ റിയാക്റ്റീവ് മീൻസ് ലെസ് സ്റ്റേബിൾ ആയിരിക്കും. ഓക്കെ ആണല്ലോ. അപ്പോൾ RNA ആക്ട് as catalyst. So it is more reactive. More reactive means less stable. Okay ആണല്ലോ. DNA catalyst ആയിട്ട് ആക്ട് ചെയ്യുന്നില്ല, RNA catalyst ആയിട്ട് ആക്ട് ചെയ്യുന്നു. Catalyst ആയിട്ട് ആക്ട് ചെയ്യുക means it will be more reactive. More reactive means less stable. അപ്പോൾ ഇത്രയും പ്രോപ്പർട്ടീസ് ആണ് RNA ലെസ് സ്റ്റേബിൾ അല്ലെങ്കിൽ DNA മോർ സ്റ്റേബിൾ ദാൻ RNA ആക്കുന്നത്. ഓക്കെ ആണല്ലോ. ഫസ്റ്റ് ആണ് DNA is double stranded while RNA is single stranded. സെക്കൻഡ് വൺ ആണ് DNA does not contain 2' OH.
ബട്ട് RNA contain 2' OH. ആ 2' OH in RNA അത് RNA മോർ റിയാക്റ്റീവ് ആക്കും. മോർ റിയാക്റ്റീവ് മീൻസ് ലെസ് സ്റ്റേബിൾ ആക്കും. ഓക്കെ ആണല്ലോ. അടുത്തത് RNAയിൽ യുറാസിൽ ഉണ്ട്. ദിസ് യുറാസിൽ ഇസ് മോർ റിയാക്റ്റീവ്. എന്നാൽ DNA-യിൽ ആ മോർ റിയാക്റ്റീവ് ആയിട്ടുള്ള യുറാസിലിനെ മോഡിഫൈ ചെയ്തേക്കാണ്. അതിലേക്ക് മീഥൈൽ 5th പൊസിഷനിൽ മീഥൈൽ ഗ്രൂപ്പിനെ ആഡ് ചെയ്തിട്ട് അതിനെ എന്താണ് കുറച്ചുകൂടി സ്റ്റേബിൾ ആക്കിയിരിക്കുന്നത്. തൈമിനാണ് DNA-യിലുള്ളത്. അതുകൊണ്ട് പ്രസൻസ് ഓഫ് തൈമിൻ ഇൻ DNA മേക്ക് ഇറ്റ്സ് മോർ സ്റ്റേബിൾ. അടുത്താണ് RNA കാറ്റലിസ്റ്റ് ആക്ട് ചെയ്യുന്നുണ്ട്. കാറ്റലിസ്റ്റ് ആക്ട് ചെയ്യുന്ന ഒരാൾ മോർ റിയാക്റ്റീവ് ആയിരിക്കും. ആ സമയം DNA കാറ്റലിസ്റ്റ് ആക്ട് ചെയ്യുന്നില്ല, അതുകൊണ്ട് ലെസ് റിയാക്റ്റീവ് ആണ്. ലെസ് റിയാക്റ്റീവ് മീൻസ് മോർ സ്റ്റേബിൾ ആണ്. അപ്പൊ ഇത്രയും കാരണങ്ങൾ കൊണ്ട് DNA is more stable than RNA. നമ്മൾ അടുത്ത പറഞ്ഞ ടോപ്പിക്കാണ് RNA വേൾഡ്. RNA വേൾഡ് എന്ന് പറയുമ്പോൾ പണ്ട് കാലത്ത് ലൈഫൊക്കെ എക്സിസ്റ്റ് ചെയ്ത സമയത്ത് ആ ഒരു വേൾഡിൽ, അന്നത്തെ വേൾഡിൽ RNA ആയിരുന്നു ജെനറ്റിക് മെറ്റീരിയൽ. ഓക്കെ ആണല്ലോ. അന്ന് DNA ഉണ്ടായിരുന്നില്ല, അന്ന് RNA ആയിരുന്നു ജെനറ്റിക് മെറ്റീരിയൽ. ഈ RNA കുറേ ഫങ്ഷൻസ് പെർഫോം ചെയ്തു. ജെനറ്റിക് മെറ്റീരിയൽ ആക്ട് ചെയ്യുക മാത്രമല്ല, ജെനറ്റിക് മെറ്റീരിയലായിട്ട് ആക്ട് ചെയ്തു, അതുകൂടാതെ മറ്റു പല ഫങ്ഷൻസും പെർഫോം ചെയ്തു. അതുകൊണ്ട് അങ്ങനത്തെ ഒരു കാലം ഉണ്ടായിരുന്നു. അന്ന് RNA ആയിരുന്നു, DNA ഒന്നും ഇല്ല. ഇന്ന് കാലത്ത് ഡോമിനേറ്റിംഗ് DNA ആണ്. ഒരു കാലത്ത് ഡോമിനേറ്റിംഗ് ആയിട്ടുണ്ടായിരുന്നത് RNA ആയിരുന്നു, അന്ന് DNA ഇല്ലായിരുന്നു. ഓക്കെ ആണല്ലോ. അപ്പൊ ആ ഒരു കാലത്തെ കുറിച്ച് നമ്മൾ പറയുന്നത് RNA വേൾഡ്. ആ സമയത്ത് RNA ചെയ്ത ഫങ്ഷൻസ് പറയുകയാണ്. RNA ജെനറ്റിക് മെറ്റീരിയൽ ആക്ട് ചെയ്തു. RNA at that time RNA acted as ജെനറ്റിക് മെറ്റീരിയൽ ആയിട്ട് ആക്ട് ചെയ്തു. ആ സമയത്ത് RNA ജെനറ്റിക് മെറ്റീരിയൽ ആയിട്ട് ആക്ട് ചെയ്തു. ഇപ്പോഴും RNA ജെനറ്റിക് മെറ്റീരിയൽ ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. എവിടെയാണെന്ന് അറിയാമോ? സം വൈറസസിലാണ്. ഇപ്പോൾ RNA ജെനറ്റിക് മെറ്റീരിയൽ ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട് സം വൈറസസിൽ. നൗ only in some viruses. എന്നാൽ പണ്ട് കാലത്ത് എല്ലാ ഓർഗാനിസത്തിന്റെ കേസിലും ജെനറ്റിക് മെറ്റീരിയൽ RNA ആയിരുന്നു. ഇനി അടുത്ത് പറയുന്നതാണ് RNA മെസ്സഞ്ചർ ആയിട്ട് ആക്ട് ചെയ്തു. അന്ന് കാലത്ത് RNA മെസ്സഞ്ചർ ആയിട്ട് ആക്ട് ചെയ്തു. പിന്നെ മെസ്സഞ്ചർ ആയിട്ട് ആക്ട് ചെയ്തു, അഡാപ്റ്റർ മോളിക്യൂൾ ആയിട്ട് ആക്ട് ചെയ്തു, സ്ട്രക്ചറൽ മോളിക്യൂൾ ആയിട്ട് ആക്ട് ചെയ്തു, കാറ്റലിസ്റ്റ് ആയിട്ട് ആക്ട് ചെയ്തു. ഓക്കെ ആണല്ലോ. അപ്പോ RNA വേൾഡിന്റെ കാലത്ത് ഒരു കാലത്ത് RNA ആയിരുന്നു ഡോമിനേറ്റിംഗ് മോളിക്യൂൾ. അന്ന് RNA ജെനറ്റിക് മെറ്റീരിയൽ ആയിട്ട് ആക്ട് ചെയ്തു. ജെനറ്റിക് മെറ്റീരിയൽ ആയിട്ട് മാത്രമല്ല എക്സ്ട്രാ കുറച്ച് ഫങ്ഷൻസും പെർഫോം ചെയ്തു. അതാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഒരു കാലത്ത് RNA ആയിരുന്നു ജെനറ്റിക് മെറ്റീരിയൽ. ആ RNA ജെനറ്റിക് മെറ്റീരിയൽ ആയിട്ട് മാത്രമല്ല മറ്റു പല ഫങ്ഷൻസും പെർഫോം ചെയ്തു. അതാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ പണ്ട് ജെനറ്റിക് മെറ്റീരിയൽ ആക്ട് ചെയ്തു. ഇപ്പം വെറും ചില വൈറസുകളിൽ മാത്രമാണ് RNA ജെനറ്റിക് മെറ്റീരിയൽ ആയിട്ടുള്ളത്. ബാക്കി ഒരു ഓർഗാനിസത്തിന്റെ കേസിലും അറ്റ് പ്രസന്റ് RNA ജെനറ്റിക് മെറ്റീരിയൽ അല്ല. ഓക്കെ ആണല്ലോ. അപ്പൊ അന്നൊരു കാലത്ത് RNA മെസ്സഞ്ചർ ആയിട്ട് ആക്ട് ചെയ്തു. ഇപ്പോഴും RNA മെസ്സഞ്ചർ ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോഴും RNA ചില ഓർഗാനിസത്തിന്റെ കേസിൽ മെസ്സഞ്ചർ ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. നൗ ഇപ്പോൾ ആക്ട് ചെയ്യുന്നവരാണ് mRNA, മെസ്സഞ്ചർ RNA ആണ് ഇപ്പോൾ മെസ്സഞ്ചർ ആയിട്ട് ആക്ട് ചെയ്യുന്നത്. അപ്പൊ അന്ന് ഇവർ എല്ലാ ഫങ്ഷൻസും പെർഫോം ചെയ്തു. ഇപ്പൊ ചിലര് ജെനറ്റിക് മെറ്റീരിയൽ ആയിട്ട് ആക്ട് ചെയ്തു. എവിടെ? നൗ ഇറ്റ് ഈസ് only in some virus RNA acts as ജെനറ്റിക് മെറ്റീരിയൽ. അന്ന് RNA മെസ്സഞ്ചർ ആയിട്ട് ആക്ട് ചെയ്തു. ഇപ്പോഴും ഉണ്ട് അങ്ങനെ മെസ്സഞ്ചർ ആയിട്ട് ആക്ട് ചെയ്യുന്ന എല്ലാ RNAയും ഇല്ല, mRNA മാത്രമാണ് ഇപ്പോൾ മെസ്സഞ്ചർ ആയിട്ട് ആക്ട് ചെയ്യുന്നത്. അടുത്തത് അഡാപ്റ്റർ മോളിക്യൂൾ. എന്താ അഡാപ്റ്റർ മോളിക്യൂൾ എന്ന് അറിയാമോ? 2-3 സാധനങ്ങൾ തമ്മിൽ കണക്ട് ചെയ്യുന്നവരെ വിളിക്കുന്ന പേരാണ് അഡാപ്റ്റർ മോളിക്യൂൾ. ഇപ്പൊ നമ്മുടെ മൊബൈലിന്റെ അഡാപ്റ്റർ ഉണ്ട്, അല്ലെങ്കിൽ ലാപ്ടോപ്പിന്റെ അഡാപ്റ്റർ ഉണ്ട്. അത് ഇലക്ട്രിസിറ്റിയും നമ്മുടെ ലാപ്ടോപ്പിനെ അല്ലെങ്കിൽ മൊബൈലിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്നു. അതിൽ 2 സാധനങ്ങളെ തമ്മിൽ കണക്ട് ചെയ്യുന്നവരാണ് അഡാപ്റ്റർ മോളിക്യൂൾ. ഇപ്പോൾ അഡാപ്റ്റർ മോളിക്യൂളായിട്ട് ആക്ട് ചെയ്യുന്നത് അഡാപ്റ്റർ മോളിക്യൂളായിട്ട് ആക്ട് ചെയ്യുന്നത് tRNA, ട്രാൻസ്ഫർ RNA ആണ് ഇപ്പോൾ അഡാപ്റ്റർ മോളിക്യൂളായിട്ട് ആക്ട് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. അതുപോലെ സ്ട്രക്ചറൽ മോളിക്യൂളായിട്ട് അന്ന് RNA സ്ട്രക്ചറൽ മോളിക്യൂളായിട്ട് ആക്ട് ചെയ്തു. ഇന്നും RNA സ്ട്രക്ചറൽ മോളിക്യൂൾ. ഇതൊക്കെ RNA വേൾഡിന്റെ സമയത്ത് RNA ഫങ്ഷൻസ് ഒക്കെ പെർഫോം ചെയ്തു. ഇപ്പോൾ ചില RNA മാത്രം കുറച്ച് ഫങ്ഷൻസ് പെർഫോം ചെയ്യുന്നുള്ളൂ ഇപ്പോൾ. അതാണ് വൈറസിന്റെ കേസിൽ ചില വൈറസിന്റെ കേസിൽ മാത്രം RNA ജെനറ്റിക്കലായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. mRNA മാത്രം മെസ്സഞ്ചർ ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. tRNA മാത്രമാണ് ഇപ്പോൾ അഡാപ്റ്റർ മോളിക്യൂളായിട്ട് ആക്ട് ചെയ്യുന്നത്. അതുപോലെ സ്ട്രക്ചറൽ, അന്ന് സ്ട്രക്ചറലായിട്ട് എല്ലാ RNAയും ആക്ട് ചെയ്തെങ്കിൽ ഇപ്പോൾ റൈബോസോമൽ RNA മാത്രമാണ് ഇപ്പോൾ സ്ട്രക്ചറൽ മോളിക്യൂളായിട്ട് ആക്ട് ചെയ്യുന്നത്.
ഓക്കെ ആണല്ലോ. അന്ന് എല്ലാ ആറിനെയും കാറ്റലിസ്റ്റ് ആയിട്ട് ആക്ട് ചെയ്തെങ്കിൽ ഇന്ന് നൗ കാറ്റലിസ്റ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത് സെയിം ആറിനെ മാത്രമാണ് ഇപ്പോഴും കാറ്റലിസ്റ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. നിങ്ങൾക്കറിയാമോ, നിങ്ങൾ ബയോമോളിക്യൂൾസ് പഠിച്ചിട്ടുണ്ടാവും. ആറിനെ കാറ്റലിസ്റ്റ് ആയിട്ട് ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതിനെ പറയുന്ന പേരാണ്, ഓർമ്മയുണ്ടാവും, കാറ്റലിസ്റ്റിക് RNA വിളിക്കുന്ന പേരാണ് catalytic RNA is called as ribosome. Sorry, catalytic അല്ല, catalytic. Catalytic RNA is called as ribosome. RNA acts as enzyme, that is called as ribosome. RNA acts as enzyme is called as ribosome. Ribosome ആയിട്ട് ആക്ട് ചെയ്യുന്നത് ആരാണ്? അതാ RNA ആണ് റൈബോസൈം ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ RNA വേൾഡ് പറയുകയാണ്, പണ്ടൊരു കാലത്ത് RNA ആയിരുന്നു ജനറ്റിക് മെറ്റീരിയൽ. അന്ന് RNA ജനറ്റിക് മെറ്റീരിയൽ ആയിട്ട് മാത്രമല്ല മറ്റു പല മേജർ ഫങ്ഷൻസും പെർഫോം ചെയ്തു. എക്സാമ്പിൾ ആണ്, അത് മെസ്സഞ്ചർ ആയിട്ട് ആക്ട് ചെയ്തു, അഡാപ്റ്റർ മോളിക്യൂളായിട്ട് ആക്ട് ചെയ്തു, സ്ട്രക്ചറൽ മോളിക്യൂളായിട്ട് ആക്ട് ചെയ്തു, ആൻഡ് കാറ്റലിസ്റ്റിക് മോളിക്യൂളായിട്ട് ആക്ട് ചെയ്തു. എന്നാൽ ഇന്ന് എല്ലാ RNAയും ഇങ്ങനെയൊന്നും ചെയ്യുന്നില്ല. ഇന്ന് ഒൺലി mRNA മാത്രമാണ് മെസ്സഞ്ചർ എന്നുള്ള ഫംഗ്ഷൻ പെർഫോം ചെയ്യുന്നത്. ട്രാൻസ്ഫർ RNA tRNA മാത്രമാണ് അഡാപ്റ്റർ മോളിക്യൂളായിട്ട് ഫംഗ്ഷൻ ചെയ്യുന്നത്. അതുപോലെ rRNA മാത്രമാണ് സ്ട്രക്ചറൽ മോളിക്യൂളായിട്ട് ആക്ട് ചെയ്യുന്നത്. അതുപോലെ rRNA മാത്രമാണ് കാറ്റലിസ്റ്റ് ആയിട്ട് ഇന്ന് ആക്ട് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. പക്ഷേ ഇങ്ങനെയൊക്കെ ആണെങ്കിലും RNA വാസ് ലെസ് സ്റ്റേബിൾ അല്ലെങ്കിൽ മോർ റിയാക്റ്റീവ്. അതുകൊണ്ട് RNAക്ക് മോഡിഫിക്കേഷൻ വന്നിട്ട് RNAയിൽ നിന്നും DNA ഉണ്ടായി. RNA വേൾഡിന്റെ കാലത്ത് RNA ആയിരുന്നു ജനറ്റിക് മെറ്റീരിയൽ, ഇത്രയൊക്കെ ഫങ്ഷൻസ് പെർഫോം ചെയ്തെങ്കിലും RNA വാസ് മോർ reactive or RNA was less stable. So RNA was modified by അല്ലെങ്കിൽ changed by more stable DNA. RNA മാറ്റിയിട്ട് RNA മോഡിഫൈ ചെയ്തിട്ട് more stable ആയിട്ടുള്ള DNA വന്നു. അങ്ങനെ DNA ജനറ്റിക് മെറ്റീരിയൽ ആയി എന്ന് പറയുന്നതാണ് RNA വേൾഡ്. ഓക്കെ, നമ്മൾ സെൻട്രൽ ഡോഗ്മ ഓഫ് മോളിക്കുലർ ബയോളജി എക്സ്പ്ലെയിൻ ചെയ്തു. അപ്പോൾ നമ്മൾ പറഞ്ഞു DNA-യിൽ നിന്ന് തന്നെയാണ് DNA ഉണ്ടാകുന്നത്. ദാറ്റ് പ്രോസസ് ഇസ് കോൾഡ് as replication. DNA-യിൽ നിന്ന് RNA ഉണ്ടാകുന്നു. ദാറ്റ് പ്രോസസ് കോൾഡ് as ട്രാൻസ്ക്രിപ്ഷൻ. ആൻഡ് mRNA-യിൽ നിന്നും പ്രോട്ടീൻ ഉണ്ടാകുന്നു. ദാറ്റ് പ്രോസസ് ഇസ് കോൾഡ് as ട്രാൻസ്ലേഷൻ എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ഓക്കെ ആണല്ലോ. നമ്മൾ പറഞ്ഞു ഈ 3 കാര്യങ്ങളാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളത് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ തന്നെ നമ്മൾ ആദ്യം പറയുന്നതാണ് റെപ്ലിക്കേഷൻ. റെപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ DNA-യിൽ നിന്ന് DNA ഉണ്ടാകുന്ന പ്രോസസ്സാണ് റെപ്ലിക്കേഷൻ. അതാണ് നമ്മളിനി എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ ആണല്ലോ. DNA റെപ്ലിക്കേഷൻ. അപ്പോൾ നമ്മൾ ആദ്യം പറയുന്നത് DNA റെപ്ലിക്കേഷന്റെ കുറച്ച് പ്രോപ്പർട്ടീസ് പറയുകയാണ്. എന്തൊക്കെയാണ് DNA റെപ്ലിക്കേഷന്റെ കുറച്ച് സ്വഭാവങ്ങൾ പറയുകയാണ്. ഓക്കെ ആണല്ലോ. പറയുകയാണ് DNA റെപ്ലിക്കേഷൻ ഈസ്, ഫസ്റ്റ് പറഞ്ഞതാണ് DNA റെപ്ലിക്കേഷൻ ഈസ് സെമി കൺസർവേറ്റീവ്. DNA റെപ്ലിക്കേഷൻ സെമി കൺസർവേറ്റീവ് ആണ്. സെമി മീൻസ് ഹാഫ്, കൺസർവേറ്റീവ് മീൻസ് പ്രിസർവ് ചെയ്ത് വരുന്നു, സംരക്ഷിക്കപ്പെട്ടു വരുന്നു. ഇതാണ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇതൊരു DNA സിംഗിൾ സ്റ്റാൻഡ് ആണല്ലോ. DNA സിംഗിൾ സ്റ്റാൻഡ് ആണ്. അപ്പോൾ ഈ DNA-ക്ക് റെപ്ലിക്കേഷൻ നടക്കുന്ന സമയത്ത് നമുക്കറിയാം, ഇവിടെ ഇപ്പോൾ അഡിൻ ആണെങ്കിൽ ഇവിടെ തൈമിൻ ആയിരിക്കും, ഇവിടെ ഗ്വാനിൻ ആണെങ്കിൽ ഇവിടെ സൈറ്റോസിൻ, ഇവിടെ സൈറ്റോസിൻ ആണെങ്കിൽ ഗ്വാനിൻ, ഇവിടെ അഡിൻ ആണെങ്കിൽ തൈമിൻ, ഇവിടെ തൈമിൻ ആണെങ്കിൽ ഇവിടെ അഡിൻ, ഇങ്ങനെയായിരിക്കും വരുന്നത്. അപ്പോൾ റെപ്ലിക്കേഷൻ സമയത്ത് ഈ ഡബിൾ സ്റ്റാൻഡേർഡ് DNA അൺവൈൻഡ് ചെയ്ത് രണ്ടായിട്ട് അങ്ങ് മാറും. ഈ റെപ്ലിക്കേഷൻ സമയത്ത് ഡബിൾ സ്റ്റാൻഡേർഡ് DNA അൺവൈൻഡ് ചെയ്ത് രണ്ടായിട്ട് അങ്ങ് മാറും. ഓക്കെ ആണല്ലോ. അപ്പോൾ അഡിനിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ, അഡിനിൻ, തൈമിൻ ഒക്കെ വരുന്ന ഒരു DNA ഒരു സ്റ്റാൻഡായിട്ട് മാറും. ഇത് നേരെ തിരിച്ച് തൈമിൻ, സൈറ്റോസിൻ, ഗ്വാനിൻ, തൈമിൻ, അഡിനിൻ ഒക്കെ വരുന്ന മറ്റൊരു സ്റ്റാൻഡായിട്ട് മാറും. ഓക്കെ ആണല്ലോ. പിന്നെ ഇതിന് DNA റെപ്ലിക്കേഷൻ നടക്കും. DNA റെപ്ലിക്കേഷൻ വന്ന അടുത്ത സ്റ്റാൻഡ് ഉണ്ടാകും. അടുത്ത സ്റ്റാൻഡ് ഉണ്ടാകുന്ന സമയത്ത് ഇവിടെ അഡിന് കോംപ്ലിമെന്ററി ആയിട്ട് തൈമിനെ വെക്കും, ഗ്വാനിന് കോംപ്ലിമെന്ററി സൈറ്റോസിനെ വെക്കും, സൈറ്റോസിന് കോംപ്ലിമെന്ററി ആയിട്ട് ഗ്വാനിനെ വെക്കും, എഗെയിൻ അഡിന് കോംപ്ലിമെന്ററി ആയിട്ട് തൈമിനെ വെക്കും, തൈമിന് കോംപ്ലിമെന്ററി ആയിട്ട് അഡിനെ വെക്കും. അങ്ങനെ പുതിയ സ്റ്റാൻഡിനെ ഉണ്ടാക്കും. ഇവിടെയും അതുപോലെ തന്നെ തൈമിന് പകരമായിട്ട് അഡിനെ വെക്കും, തൈമിന് കോംപ്ലിമെന്ററി ആയിട്ട് അഡിനെ വെക്കും, ഗ്വാനിന് സൈറ്റോസിന് കോംപ്ലിമെന്ററി ആയി ഗ്വാനിനെ വെക്കും, ഈ ഗ്വാനിന് കോംപ്ലിമെന്ററി ആയി സൈറ്റോസിനെ വെക്കും, തൈമിന് കോംപ്ലിമെന്ററി ആയി അഡിനെ വെക്കും, അഡിന് കോംപ്ലിമെന്ററി ആയി തൈമിനെ വെക്കും. ഓക്കെ ആണല്ലോ. അങ്ങനെ ഒരു DNA-ക്ക് റെപ്ലിക്കേഷൻ ആവുന്ന 2 DNA ഉണ്ടാകും. 2 DNA ഉണ്ടാകുമ്പോൾ ഈ ഉണ്ടായ ഡബിൾ സ്റ്റാൻഡേർഡ് DNA-യുടെ ഹൈഡ്രജൻ ബോണ്ടാണ് നമ്മൾ വരയ്ക്കുന്നത്. ഈ ഉണ്ടായ DNA-യുടെ നോക്കിയോളൂ, ഈ ഒരു DNA എടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ ഹാഫും ഇതിൽ നിന്ന് കൺസർവ് ചെയ്ത് വന്നേക്കുന്നതാണ്. 1 strand is completely parental. ഇത് parental DNA ആണെങ്കിൽ 1 strand completely parental ആണ്.
one strand is completely new one ആണ്. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സെമി കൺസർവേറ്റീവ് റെപ്ലിക്കേഷൻ. ഇത് half of the daughter DNA is conserved from the parent. ഈ daughter DNA ഹാഫും ഇവിടെ നിന്ന് കൺസർവ് ചെയ്ത് വന്നിരിക്കുകയാണ്, സംരക്ഷിക്കപ്പെട്ട് വന്നിരിക്കുന്നതാണ്. ഇതിനെ നമ്മൾ പറയുന്നതാണ് സെമി കൺസർവേറ്റീവ് റെപ്ലിക്കേഷൻ. ഓക്കെ ആണല്ലോ, സെമി കൺസർവേറ്റീവ് റെപ്ലിക്കേഷൻ. ഹാഫ് ഓഫ് ദ DNA കൺസർവ് ചെയ്ത് വന്നിരിക്കുന്നതാണ്. അങ്ങനെ ഹാഫ് ഓഫ് ദ DNA കൺസർവ് ചെയ്ത് വന്നിരിക്കുന്ന ഈ റെപ്ലിക്കേഷനെ വിളിക്കുന്ന പേരാണ് സെമി കൺസർവേറ്റീവ് റെപ്ലിക്കേഷൻ. ഇതാണ് DNA ഒരു പ്രോപ്പർട്ടി. DNA റെപ്ലിക്കേഷൻ ഈസ് സെമി കൺസർവേറ്റീവ്. ഓക്കെ ആണല്ലോ. ഇനി രണ്ടാമത്തെ പോയിന്റ് പറയുന്നതാണ്, നമ്മൾ മുമ്പേ പറഞ്ഞു പോളിന്യൂക്ലിയോടൈഡിന്റെ സ്ട്രക്ചർ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു DNA ഉണ്ടായി വരുന്ന ഡയറക്ഷൻ 5 പ്രൈമിൽ നിന്നും 3 പ്രൈമിലേക്കാണ് DNA ഉണ്ടായി വരുന്നത് പറഞ്ഞു. അപ്പോൾ DNA റെപ്ലിക്കേഷൻ ഓൾവേസ് ടേക്സ് പ്ലേസ് ഫ്രം 5 പ്രൈം ടു 3 പ്രൈം ഡയറക്ഷൻ. DNA സിന്തസിസ് ഈസ് ഓൾവേസ് ഫ്രം, അല്ലെങ്കിൽ DNA സിന്തസിസ് മീൻസ് DNA റെപ്ലിക്കേഷൻ ഇറ്റ് ഈസ് ഓൾവേസ് ഫ്രം 5 പ്രൈം ടു 3 പ്രൈം. എല്ലായ്പ്പോഴും 5 പ്രൈമിൽ നിന്ന് 3 പ്രൈമിലേക്കാണ് ഉണ്ടാകുന്നത്, അല്ലാതെ തിരിച്ച് നടക്കില്ല. 3 പ്രൈമിൽ നിന്ന് 5 പ്രൈം നടക്കില്ല. ഇനി മൂന്നാമത്തെ പോയിന്റ് ആണ്, DNA റെപ്ലിക്കേഷൻ ഈസ് ബൈ ഡയറക്ഷണൽ. DNA റെപ്ലിക്കേഷൻ ബൈ ഡയറക്ഷണൽ ആണ്. നമ്മൾ ഇവിടെ എന്താണ് പറഞ്ഞത്? DNA റെപ്ലിക്കേഷൻ എല്ലായ്പ്പോഴും നടക്കുന്നത് 5 പ്രൈമിൽ നിന്ന് 3 പ്രൈമിലേക്കാണെന്നാണ് നമ്മൾ ഇവിടെ പറഞ്ഞത്. പക്ഷെ ഇവിടെ എന്താ പറഞ്ഞത്? DNA റെപ്ലിക്കേഷൻ ബൈ ഡയറക്ഷണലാണെന്ന്. എന്താണ് ബൈ ഡയറക്ഷണൽ റെപ്ലിക്കേഷൻ എന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവുകയാണ്. എന്താണ് ബൈ ഡയറക്ഷണൽ റെപ്ലിക്കേഷൻ? സപ്പോസ് ഇതൊരു DNA ആണെന്നിരിക്കട്ടെ, ഇതൊരു ഡബിൾ സ്റ്റാൻഡേർഡ് DNA ആണെന്നിരിക്കട്ടെ. ഓക്കെ ആണല്ലോ. അതിനുമ്പോൾ അടുത്ത പോയിന്റ് കൂടി ഞാനങ്ങ് പറയാം. നാലാമത്തെ പോയിന്റ് പറയുകയാണ്, റെപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു പർട്ടിക്കുലർ പോയിന്റിലാണ്. ആ പോയിന്റിനെ വിളിക്കുന്ന പേരാണ് ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ. റെപ്ലിക്കേഷൻ സ്റ്റാർട്ട്സ് ഓൺലി അറ്റ് ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ. ആ പോയിന്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ. ഓക്കെ ആണല്ലോ. അപ്പോൾ ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ എന്ന് പറയുന്ന പോയിന്റിൽ മാത്രമേ റെപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുകയുള്ളൂ. സപ്പോസ് ഇവിടെ ആണെന്നിരിക്കട്ടെ, നമ്മൾ ഇനി അഗൈൻ മൂന്നാമത്തെ പോയിന്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവുകയാണ്. നമ്മൾ നാലാമത് പറഞ്ഞ പോയിന്റ് എന്താണ്? റെപ്ലിക്കേഷൻ എവിടെയും സ്റ്റാർട്ട് ചെയ്യില്ല, ചില പർട്ടിക്കുലർ പോയിന്റിൽ മാത്രമേ സ്റ്റാർട്ട് ചെയ്യുകയുള്ളൂ. ദാറ്റ് പർട്ടിക്കുലർ പോയിന്റ്സ് ആർ കോൾഡ് as ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ. സപ്പോസ് ഇവിടെ ആണെന്നിരിക്കട്ടെ, ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ ഇതിവിടെയാണ് എന്നിരിക്കട്ടെ. ഓക്കെ ആണല്ലോ. നമ്മൾ ബൈഡയറക്ഷണൽ റെപ്ലിക്കേഷൻ ആണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷനിൽ 2 സ്ട്രാൻഡും അൺവൈൻഡ് ചെയ്യും. ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷനിൽ 2 സ്ട്രാൻഡും അൺവൈൻഡ് ചെയ്യും. അങ്ങനെ ഇവിടെ ചെറിയൊരു ബബിൾ പോലെ ഫോം ചെയ്യും. ഓക്കെ ആണല്ലോ. അപ്പൊ അവിടെ വെച്ച് 2 സ്ട്രാൻഡും തമ്മിലുള്ള ഹൈഡ്രജൻ ബോണ്ട് ബ്രേക്ക് ചെയ്യും. 2 സ്ട്രാൻഡ് തമ്മിലുള്ള ഹൈഡ്രജൻ ബോണ്ട്, 2 സ്ട്രാൻഡും ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അവിടെ ചില ഹൈഡ്രജൻ ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് ഒരു ബബിൾ പോലെ ഫോം ചെയ്യും. ഇങ്ങനെ ബബിൾ പോലെ ഫോം ചെയ്താൽ ഈ ഒരു പോർഷൻ നമുക്ക് ഇതിനെ 2 ആയിട്ടാണ് കട്ട് ചെയ്തെടുക്കാൻ അല്ലേ. ഈ ഒരു പോർഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റെപ്ലിക്കേഷൻ ഫോർക്ക്. നമ്മൾ വിളിക്കുന്ന പേരാണ് റെപ്ലിക്കേഷൻ ഫോർക്ക്. റെപ്ലിക്കേഷൻ ഫോർക്ക് എന്തുകൊണ്ടാണ് അങ്ങനെ വിളിക്കുന്നത് അറിയാമോ? ഇങ്ങനെ ഫോർക്ക് പോലെയൊക്കെ ഇരിക്കുന്നതുകൊണ്ടാണ് നമ്മൾ അതിനെ റെപ്ലിക്കേഷൻ ഫോർക്ക് എന്ന് വിളിക്കുന്നത്. ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഫോർക്ക് പോലെയൊക്കെ ഇരിക്കുകയാണ്, അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ റെപ്ലിക്കേഷൻ ഫോർക്ക് എന്ന് വിളിക്കുന്നത്. ഈ റെപ്ലിക്കേഷൻ ഫോർക്കിന്റെ സ്പെഷ്യാലിറ്റി എന്തെന്നാൽ ഇവിടെയാണ് ഇനി ഇതിങ്ങനെ മൂവ് ചെയ്ത് ഇങ്ങോട്ട് വരും. ഓക്കെ അല്ല, ഇനി ഇവിടുന്ന് ഇപ്പൊ ഇത്ര അടുത്ത് അൺവൈൻഡ് ചെയ്തിട്ടുള്ളൂ, ഇനി ഇങ്ങനെ ഫുൾ ഇങ്ങനെ അൺവൈൻഡ് ചെയ്ത് ഇങ്ങനെ അങ്ങ് പോവുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഇപ്പം അൺവൈൻഡ് ചെയ്തു, 2 സ്ട്രാൻഡും തമ്മിലുള്ള ഹൈഡ്രജൻ ബോണ്ട് ബ്രേക്ക് ചെയ്തു. ഇനി ഇങ്ങോട്ട് ഇങ്ങനെ ഹൈഡ്രജൻ ബോണ്ട് ബ്രേക്ക് ചെയ്ത് വരും, ഇവിടേക്കുള്ള ഹൈഡ്രജൻ ബോണ്ട് ബ്രേക്ക് ചെയ്ത് വരും. അപ്പൊ എന്താണ് റെപ്ലിക്കേഷൻ ഫോർക്ക് എന്ന് നമ്മൾ പറയുകയാണ്. റെപ്ലിക്കേഷൻ ഫോർക്ക് എന്നാൽ ഈ പോയിന്റ് സ്പെഷ്യാലിറ്റി എന്താ? ഇവിടെയാണ് ഡബിൾ സ്റ്റാൻഡേർഡ് DNA സിംഗിൾ സ്റ്റാൻഡേർഡ് DNA ആയിട്ട് മാറുന്നത്. ഡബിൾ സ്റ്റാൻഡേർഡ് DNA അൺവൈൻഡ് ചെയ്ത് അഴിഞ്ഞഴിഞ്ഞ് സിംഗിൾ സ്റ്റാൻഡേർഡ് DNA ആയിട്ട് മാറുന്ന ഈ പോയിന്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റെപ്ലിക്കേഷൻ ഫോർക്ക്. ഓക്കെ ആണല്ലോ.